വാഹനാപകടത്തിൽ പരിക്കേറ്റ യുവതിക്ക് നേരെ കൊടും ക്രൂരത. രക്ഷകന്റെ വേഷത്തിലെത്തി വ്യാപാരി നേതാവ് ആശുപത്രിയിലേക്ക് മാറ്റുന്നതിനിടെ യുവതിയെ ലൈംഗികമായി ഉപദ്രവിച്ചു. ഈ മാസം 4-ന് പുലർച്ചെ കായംകുളത്താണ് ഞെട്ടിപ്പിക്കുന്ന സംഭവം ഉണ്ടായത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കായംകുളം യൂണിറ്റ് പ്രസിഡന്റ് സിനിൽ സബാദിനെതിരെയാണ് പരാതി. സംഭവം പുറത്തു പറയരുതെന്ന് സിനിൽ സബാദും അയാളുടെ ആളുകളും ഭീഷണിപ്പെടുത്തിയെന്ന് യുവതി ഏഷ്യാനെറ്റ് ന്യൂസിനോട് വെളിപ്പെടുത്തി. പരാതിയിൽ നിന്ന് പിന്മാറാൻ ലക്ഷങ്ങൾ വാഗ്ദാനം ചെയ്തുവെന്നും യുവതി പറയുന്നു. സംഭവ ദിവസം തന്നെ പരാതി നൽകിയിട്ടും ഉന്നത സ്വാധീനമുള്ള പ്രതിക്കെതിരെ പോലീസ് കേസെടുത്തത് ഒഴിച്ചാൽ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. സംഭവത്തിൽ ഇതുവരെ വൈദ്യപരിശോധന നടത്തിയില്ല. എന്തൊക്കെയല്ലേ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്? കായംകുളം നമ്മുടെ സ്വന്തം നാട്, ഞങ്ങളുടെ നാടാണ് കായംകുളം. അപ്പൊ കായംകുളത്താണ് ഇതുപോലെ ഒരു അതിക്രമം നടന്നിട്ടുള്ളത്. വിശ്വസിക്കാനാവുന്നില്ല. അപകടം നടന്ന ഒരു സ്ത്രീയെ രക്ഷപ്പെടുത്താൻ നേരം ഇതുപോലെ ലൈംഗിക അതിക്രമം നടത്താനായിട്ട് ആർക്കെങ്കിലും സാധിക്കുമോ? അങ്ങനെ സാധിച്ചിട്ടുണ്ടെങ്കിൽ അവൻ മനുഷ്യനായിരിക്കില്ല, അവൻ വെറും ഒരു മൃഗമായിരിക്കും. വണ്ടി മറിഞ്ഞു, കുട്ടികൾക്കൊന്നും സംഭവിച്ചില്ല. എനിക്ക് അത്യാവശ്യം ഓട്ടോയിൽ ഇടിച്ചതിൻ്റെ ആ ഒരു ചതവുകൾ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പം ഓട്ടിച്ചാളുടെ തലയും പൊട്ടി. തല പൊട്ടിയ സമയത്ത് അവിടെ വണ്ടിയിൽ ഒരു പെട്ടിയാട്ടോയിൽ വന്ന ഒരു 3 പേര് വന്നു, 2 ചേച്ചിമാരും ഒരു ചേട്ടനും. അതിനോടൊപ്പം തന്നെ ശബ്ദം കേട്ടിട്ട് വന്ന തൊട്ടടുത്ത വീടെന്ന് പറഞ്ഞു. ബൈക്കിൽ വേറൊരാളും വന്ന് അപ്പം നമുക്ക് നടക്കാൻ പറ്റുമായിരുന്നു. നടന്നൊരു 2 സ്റ്റെപ്പ് വന്നപ്പോൾ എനിക്ക് ഫുൾ ആക്സിഡൻ്റ് ഷോക്കും ബ്രീത്ത് ഔട്ടായി. അപ്പം അതിൻ്റെ പേരിൽ എനിക്ക് നടക്കാൻ ബുദ്ധിമുട്ട് തോന്നിയിട്ട് നമ്മൾ നിൽക്കണമെന്ന് പറഞ്ഞു, ഇരിക്കണമെന്ന് പറഞ്ഞു. പുള്ളി അപ്പോഴത്തെ ബൈക്കിൽ വന്ന പുള്ളി പറഞ്ഞു ഇല്ല എടുക്കാമെന്ന് പറഞ്ഞു. എടുക്കാമെന്ന് പറഞ്ഞ് ആളെൻ്റെ കക്ഷത്തു കൂടി കൈയിട്ട് എടുത്ത്. അപ്പം മറ്റേ പെറ്റാട്ടയിൽ വന്ന ആൾ കാലിലും പിടിച്ച്. അപ്പം എൻ്റെ കരച്ചിൽ കേട്ടിട്ട് എല്ലാവരും വിചാരിക്കുന്നത് ആക്സിഡൻറ്റിൽ വേദനിച്ച കരച്ചിലെന്നല്ല. അതിനേക്കാൾ വേദന ഇയാൾ എൻ്റെ ആ സമയത്തും എന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. അയാൾ എൻ്റെ ശരീരഭാഗങ്ങളിട്ട് വല്ലാതെ അയാൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. ഹോസ്പിറ്റലിൽ എത്തുന്നവരെ എനിക്ക് ശബ്ദം വരുന്നില്ല, ബ്രീത്ത് ഔട്ട് ആയിപ്പോൾ ഡോക്ടർമാർക്കറിയാം എനിക്ക് ആ സമയത്ത് സംസാരിക്കാൻ. എനിക്ക് ഓൾറെഡി ആസ്മ ഇഷ്യൂ ഉള്ളതാണ്. ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞ് അവിടെ വന്നും ഭീഷണിപ്പെടുത്തൽ. ഹോസ്പിറ്റലിൽ വന്ന് ഡോക്ടർ കാണാതെ ഡോക്ടർ ഒന്നും അടുത്തൊന്നും പറയപ്പോൾ കാഷ്വാലിറ്റിയിൽ വെച്ചിട്ട് അവിടുത്തെ CCTV വിഷ്വൽ എടുത്താലും കിട്ടും. അവിടെ വന്നിട്ട് പറയണത് തനിക്ക് ഒരു പ്രശ്നവും ഇല്ല, ഇവിടുന്ന് എത്രയും വേഗം താൻ പൊക്കോണം, നിങ്ങളുടെ നാട്ടിൽ എവിടെയാണെന്ന് വെച്ചാൽ പോയി. നടന്ന ഒരു വിഷയത്തിലും തനിക്ക് ഒരു പ്രശ്നവും ഇല്ല. അപ്പോഴത്തേക്ക് പരാതി പറഞ്ഞതിന് ശേഷമാണ് ഈ ഭീഷണി ഉണ്ടായത്. പരാതി പറഞ്ഞിട്ടില്ല, പറയുന്നതിന് മുമ്പ് തന്നെ ഈ ഭീഷണി. അതെ പരാതി പറഞ്ഞിട്ടില്ല. പരാതി പറഞ്ഞാലോ എന്ന് വിചാരിച്ചു. അതെ, നമ്മൾ അവിടെ നിന്ന് ഇത് ആരടുത്തേലും പറയുമോ എന്ന് പേടിച്ചിട്ട് തന്നെ അയാൾ എൻ്റെ അടുത്തും ഓട്ടോ ഓടിച്ച ചേട്ടൻ്റെ അടുത്തും പറഞ്ഞു എത്രയും പെട്ടെന്ന് ഇവിടുന്ന് റെഫറൻസ് മേടിച്ച് എവിടെയാണെന്ന് വെച്ചാൽ പൊക്കോണം എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ എക്സ്റേ റൂമിൽ കൊണ്ടുപോയി. എക്സ്റേ റൂമിൽ കൊണ്ടുപോകുന്ന സമയത്ത് അവിടെ ഒരു ലേഡി ഡോക്ടർ നിന്നത്. അങ്ങനെ ആ ചേച്ചി എൻ്റെ ഡ്രസ്സ് മറന്ന സമയത്ത് ആ ചേച്ചിക്ക് കണ്ട് മനസ്സിലായി ഇത് ആക്സിഡന്റ് സംഭവിച്ചല്ല എന്ന് മനസ്സിലായിട്ട് ആ ചേച്ചി എന്നോട് വിവരം ചോദിച്ചപ്പോൾ ഞാൻ പൊട്ടിക്കരഞ്ഞു. ഉണ്ടായിരുന്നു. പൊട്ടിക്കരഞ്ഞ് ഞാൻ ആ ചേച്ചി എടുത്ത് കാര്യം പറഞ്ഞപ്പോഴേ പറഞ്ഞത്. ഞാൻ എന്നിട്ട് കംപ്ലൈൻറ്റ് വേണ്ടെന്ന് പറഞ്ഞു. ചേച്ചി ഇല്ല ആരോടും പറയില്ലേ എന്ന് പറഞ്ഞപ്പോഴാണ് ചേച്ചി പറഞ്ഞത് ഇല്ല മോള് പേടിക്കണ്ട, പറഞ്ഞേ പറ്റത്തോളൂ എന്ന് പറഞ്ഞാൽ. ഇതുപോലെ കുറേ സംഭവങ്ങൾ നടക്കുന്നതാണ്. സോ പറഞ്ഞേ പറ്റത്തോളൂ എന്ന് പറഞ്ഞിട്ട് പറയാൻ തുടങ്ങുന്നു. പോലീസുകാർ വന്ന്, സ്റ്റേഷനിൽ നിന്ന് പോലീസുകാർ വന്ന് ഞാൻ നടന്ന സംഭവങ്ങൾ പറയാൻ തുടങ്ങിയപ്പോൾ തന്നെ എൻ്റെ കൂട്ടുകാരിനെ മാറ്റി നിർത്തി. അയാൾ അപ്പം തന്നെ അവിടെ നിന്ന് പോയി. അയാളുടെ കൂട്ടുകാരൻ വന്നിട്ട് പൈസ ഓഫർ ചെയ്യാൻ തുടങ്ങി. 20-25 ലക്ഷം രൂപയൊക്കെ തരാം. എൻ്റെ ഇപ്പോഴും ഉണ്ടാകും സംസാരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പറയാം. 10-25 ലക്ഷം രൂപ തരാം, കേസൊന്നും വേണ്ട, അങ്ങ് പിൻവലിച്ചേരെ. അയാൾ ഇവിടുത്തെ എന്തോ വ്യാപാര വ്യവസായ സംഘത്തിന്റെ പ്രസിഡന്റ് എന്തോ ആണ്. ഡോക്ടർ വിളിച്ചതാണോ അല്ലെ അപകടം പറഞ്ഞു വന്നതാണോ? ഈ വിവരം അറിഞ്ഞിട്ട് വന്നതല്ല. അവിടുന്ന് ഡോക്ടർ വിളിച്ചിട്ട് പോലീസുകാർ അവിടെ വന്ന് കായംകുളം പോലീസ് സ്റ്റേഷനായിരുന്നു. അവിടുന്ന് സാറന്മാർ വന്ന് സംസാരിക്കുമ്പോഴും പറയുന്ന കേസായിട്ട് തന്നെ പോട്ടെ എന്ന് തന്നെ പറയുന്നത്. പക്ഷെ ഞാൻ 4-ാം തീയതി കൊടുത്ത കേസ് ഇന്ന് 11-ാം തീയതി ആയിട്ടും യാതൊരു ഇത് അപ്ഡേറ്റും ഇല്ല. ഇപ്പം സെക്ഷൽ അബ്യൂസ് കേസിന് സാധാരണ എൻ്റെ അറിവിൽ ആ കേസിനൊന്നും ഇത്രയും നീട്ടിക്കൊണ്ട് പോകുന്നതല്ല. 2 ദിവസം 3 ദിവസം മാക്സിമം 3 ദിവസത്തിനകത്ത് അറസ്റ്റ് വരേണ്ടതാണ്. എനിക്കറിയാം. സിനിൽ സബാദ് എന്നാണ് പേര്. അയാൾ അവിടുത്തെ കായംകുളത്തെ വ്യാപാര വ്യവസായ സംഘത്തിൻ്റെ പ്രസിഡന്റ് സംതിങ് എന്തോ ആണ്. അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത്. അപ്പം പുള്ളീനെ എനിക്കറിയാം, അയാളെ അറിയാം. ഞാൻ സ്റ്റേഷനിൽ FIR കൊടുക്കാൻ പോയപ്പോൾ സ്റ്റേഷനിൽ നിന്ന് എനിക്ക് ഫോട്ടോ കാണിച്ചു തന്നു. ഞാൻ അയാളെ തിരിച്ചറിഞ്ഞു, ഇയാൾ തന്നെയാണെന്ന് ഞാൻ പറഞ്ഞു. ആദ്യം കേസ് കൊടുത്ത 2 ദിവസം ഇയാൾ ഒളിവില്ല. അവിടുന്ന് ഞാൻ അറിഞ്ഞത് 2 ദിവസം ഇയാൾ ഒളിവില്ല. പക്ഷേ 3-ന്റെ അന്നോട്ട് അയാൾ ധൈര്യമായിട്ട് പുറത്തിറങ്ങുന്നുണ്ട്. സ്റ്റേഷനിൽ ഇതുവരെ എടുത്തിട്ടില്ല. കഴിഞ്ഞ എൻ്റെ രഹസ്യമൊഴി ഒന്നും എടുത്തിട്ടില്ല. കോടതി വിളിക്കാം എന്ന് പറഞ്ഞു, ഉടനെ തന്നെ ഉണ്ടാവുന്നു. പക്ഷേ ആ 4-ാം തീയതി തൊട്ട് ഇതുവരെയും എനിക്കൊരു അപ്ഡേറ്റും ഇല്ല. ഞാൻ സ്റ്റേഷനിൽ വിളിക്കുമ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുക, കേസ് പഠിച്ചുകൊണ്ടിരിക്കുക, ഇതൊക്കെയാണ്. ചിലപ്പം അയാൾക്ക് നല്ല പാർട്ടി സ്വാധീനമുണ്ട്, കയ്യിൽ നല്ല പണവും ഉണ്ട്. അയാളുടെ ഭാഗത്തുനിന്ന് കുറച്ച് കോളുകളൊക്കെ ഉണ്ടായിരുന്നു. പണം തരാം ചോദിക്കുന്ന. അതെ. അയാൾ നേരിട്ടല്ല, അയാളുടെ അടുപ്പമുള്ള ആൾക്കാരായിരിക്കണം. വിളിച്ച് എന്തോ ഒരു സ്വർണ്ണ വ്യാപാരിയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു കായംകുളത്ത്. എന്നെയല്ല, എൻ്റെ കൂടെ വണ്ടി ഒട്ടിച്ച ആളുടെ അടുത്ത് പറഞ്ഞു എന്ത് വേണേലും തരാം, ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ തരാം, കേസ് അങ്ങ് പിൻവലിക്കും, എന്തിനാ ഈ വക കേസൊക്കെ നീട്ടിക്കൊണ്ട് പോകുന്നതെന്ന്. അയാളുടെ ഭാഗത്ത് നിന്ന് ഇതാണ് മറുപടി. സ്റ്റേഷൻ SHO സ്റ്റേഷൻ ഹൗസ് ഓഫീസറെ നേരിട്ട് വിളിച്ചു, എൻ്റെ കേസ് എന്താ എന്ന് ചോദിച്ചു.
ഞാൻ അപ്ഡേറ്റ് ചോദിച്ച് ഞാനൊരു 2 ദിവസം മുന്നേ വിളിച്ച്. അപ്പോഴത്തേക്കും എൻ്റെ അടുത്ത് പറയണത് ഞാൻ അത് കേസ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വിളിക്കാം, എന്താണെന്ന് വെച്ചാൽ അപ്ഡേറ്റ് അറിയിക്കാം. ഇതാ മറുപടി. അല്ലാതെ പ്രത്യേകിച്ച് ഒരുവിധ മറുപടി ഇല്ല, അപ്ഡേറ്റ് ഇല്ല. അയാൾക്ക് അവിടെ സമാധാനത്തിൽ എനിക്ക് വേദന കാരണം ഞാൻ ഉറങ്ങിയിട്ട് അത്ര ദിവസമായി. അതിനുശേഷം ഇന്ന് വരെ ഞാൻ സമാധാനത്തിൽ ഉറങ്ങിയിട്ടില്ല. ഇവിടെ എൻ്റെ കൂടെ ഉള്ളവർക്കറിയാം ഞാൻ ഉറങ്ങിയിട്ടില്ല, എനിക്കൊരു സമാധാനമില്ല. ആ പുള്ളിക്കാരൻ അത്രയും സന്തോഷത്തോടെ സമാധാനത്തോടെ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ടെങ്കിൽ അപ്പോൾ അയാൾക്കെതിരെയല്ലേ പോകേണ്ടത്? അത് ഇനി എൻ്റെ കൈ പണം ഇല്ലാത്തതുകൊണ്ട് എനിക്ക് പാർട്ടി സ്വാധീനം ഇല്ല, പണമില്ല, ഒന്നുമില്ല. ചിലപ്പോൾ ഇനി അതുകൊണ്ടായിരിക്കും. കേസ് കൊടുക്കാൻ ചെന്നപ്പോൾ സ്റ്റേഷനിൽ നിന്ന് ചോദിക്കുന്നു, ഇങ്ങനത്തുള്ള കേസ് തരാൻ വരുമ്പോൾ വീട്ടുകാരൊക്കെ വേണ്ടത്. എനിക്ക് 25 വയസ്സായി. അപ്പോൾ എന്നെ ആരെങ്കിലും കയറി പിടിക്കാനോ എന്നെ പീഡിപ്പിക്കാനോ എന്തെങ്കിലും നോക്കിയാൽ എനിക്ക് കുടുംബക്കാരും നാട്ടുകാരും വരണോ കൂടെ? വേണ്ടല്ലോ, ഞാൻ തന്നെയല്ലേ കൊടുക്കേണ്ടത്. എനിക്കെതിരെ ഉണ്ടായിരുന്നു ഞാനല്ലേ പ്രതികരിക്കേണ്ടത്. ഞാൻ കേസ് കൊടുക്കാൻ ചെന്നപ്പോൾ ചോദിക്കുന്നു, ഇതിനുള്ള കുടുംബക്കാരൊക്കെ ആരെങ്കിലും ഒക്കെ വരണ്ടേന്ന് കൂടെ. പ്രതികരണം അവിടുന്ന് സംസാരിച്ച സംസാരമാണ് ഇത്. ഇങ്ങനെയുള്ള കേസൊക്കെ കൊടുക്കാൻ വരുമ്പോഴത്തേക്ക് ആരെങ്കിലും ഒക്കെ കൂടെ വരണ്ടേന്ന്, മുതിർന്നവർ. അപ്പം ഞാൻ എനിക്ക് 25 വയസ്സായി. ഞാൻ ഇതേ നാട്ടിൽ. അതെന്താ ഏമാനെ, ഒരു പെൺകുട്ടി തനിക്കുണ്ടായ അനുഭവം പരാതിയായിട്ട് പറയാൻ വന്നപ്പോൾ കൂടെ ആരുമില്ലേ, ഒറ്റയ്ക്കാണോ വരുന്നതെന്ന് ചോദിക്കാൻ എന്താ പോലീസ് സ്റ്റേഷനിലേക്ക് ഒറ്റയ്ക്ക് വരാൻ പറ്റില്ലേ? 25 വയസ്സായ ഒരു പെൺകുട്ടിക്ക് ഒറ്റയ്ക്ക് വന്നാൽ എന്താ കുഴപ്പമാണോ? അതോ ഇനി അവിടെ ഇരിക്കുന്ന നിങ്ങൾ അങ്ങനെ ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് വരാൻ വന്നാൽ പ്രശ്നമുണ്ടാക്കുന്ന ആൾക്കാരാണോ? അല്ല, ഒറ്റയ്ക്ക് വരാൻ പാടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ചോദിച്ചതാ. അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ നിന്നുണ്ടായ ആ ഒരു പ്രതികരണം വളരെ മോശമാണ്, വളരെ മോശമാണ്. നീതി കൊടുക്കേണ്ടവർ തന്നെ നീതി നിഷേധിക്കുകയാണ്. കാരണം എന്താ? ഇവൾ പാർട്ടിക്കാരിയല്ല, രാഷ്ട്രീയക്കാരിയല്ല, പണമില്ല, അധികാരമില്ല. എന്നാൽ ഓപ്പോസിറ്റുള്ള ആളോ പണമുണ്ട്, അധികാരമുണ്ട്, രാഷ്ട്രീയക്കാരനാണ്. അപ്പോൾ എങ്ങനെയായാലും ഇങ്ങോട്ട് ചായും. അപ്പോൾ എന്തായാലും ഈ ഒരു കാര്യം കേട്ടിട്ട് നമുക്കിതിനകത്ത് വാസ്തവം എന്താണെന്ന് അറിയത്തില്ല. പക്ഷേ ഇപ്പം പെൺകുട്ടിയുടെ ആ ഒരു സംസാരം കേട്ടിട്ട് 100% അതിൽ സത്യമുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം ഒരു പെൺകുട്ടിയും വെറും ഒരു ആരോപണമായിട്ട്, ഇതുപോലെ ഒരു ആരോപണമായിട്ട് നേരിട്ട് വരുത്തില്ല. ഇതിപ്പം കൊച്ചു പറയുന്ന പരാതി മാത്രമല്ല, ഡോക്ടർ ഉണ്ടെന്ന് പറയുന്നു. ഡോക്ടർക്ക് മനസ്സിലായിട്ട് ഡോക്ടർ ചോദിച്ചിട്ട് ഡോക്ടർ പരാതി കൊടുക്കാമെന്ന് പറഞ്ഞപ്പോഴും പെൺകുട്ടി വേണ്ട എന്നാണ് പറഞ്ഞത്. ഇതൊരു ഇഷ്യൂ ആക്കണ്ട, കാരണം പേടിച്ചിട്ടുണ്ട്. എന്നിട്ടും ഡോക്ടർ പറഞ്ഞതിൽ പ്രകാരമാണ് പിന്നീട് ഇത് പരാതിയിലേക്ക് വന്നത്. അപ്പം തന്നെ അറിയാം ഇത് ആ പെൺകുട്ടി ഒറ്റയ്ക്കെടുത്ത തീരുമാനമൊന്നും അല്ല. ഒരു സാധാരണക്കാരിയായ ഒരു പെൺകുട്ടിയാകുമ്പോൾ പെട്ടെന്ന് കേസിലേക്കൊക്കെ പോകാൻ മടിക്കും. ഒന്നാമത്തെ കാര്യം വീട്ടുകാർ, നാട്ടുകാർ, അപമാനം അങ്ങനെയൊക്കെ വെച്ചിട്ടാണ്. ഇവിടെ തന്നെ കണ്ടില്ലേ, പരാതിയുമായിട്ട് മുന്നോട്ട് വന്ന പെൺകുട്ടിയോട് പോലീസുകാർ ഏത് രീതിയിലാണ് പ്രതികരിച്ചത്. കട്ട സപ്പോർട്ടുമായിട്ട് നിൽക്കേണ്ടവരാണ് പെൺകുട്ടിയെ ഇതുപോലെ ഇങ്ങനെ ചോദിക്കുകയും മാനസികമായിട്ട് തളർത്തുകയും കേസിൽ യാതൊരുവിധ നടപടി എടുക്കാതെ ഇങ്ങനെ കാലതാമസം വരുത്തുകയും ചെയ്യുന്നത്. ഇതുപോലെ ഒരു കേസ് വരുമ്പോൾ നടപടി സ്പോട്ടിൽ എടുക്കണം. ഇത്രയും ദിവസമായിട്ട് അയാൾ അറസ്റ്റ് ചെയ്തോ? ഇതിൻ്റെ സത്യാവസ്ഥ എത്രയും പെട്ടെന്ന് പുറത്തു വരട്ടെ. ആ പെൺകുട്ടിക്ക് നീതി കിട്ടട്ടെ. മോർച്ചറിയിൽ കിടക്കുന്ന ശവത്തെ പോലും ഈ ഒരു കണ്ണോടുകൂടി സമീപിക്കുന്ന ആൾക്കാരുള്ള നാടാണ് നമ്മുടെ നാട്. അപ്പോൾ പിന്നെ ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. ആക്സിഡൻ്റ് ആയി കിടന്ന പെൺകുട്ടിയെ ഇതുപോലെ ഒരു നീച പ്രവർത്തിക്ക് ഉപയോഗിച്ചുവെങ്കിൽ അവൻ മനുഷ്യനല്ല, അവൻ മൃഗമാണ്, കാട്ടുമൃഗം. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഹൈപ്പും കൂടി ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. ചേട്ടാ.